ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൻ. ഇന്ന് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞിട്ട് കറിക്കരിയണ പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ കറ മാറി കിട്ടും. ഇനിയിപ്പോൾ ഒരു ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട്, അതും കറിക്കരിയണ പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കായ നന്നായി കഴുകിയിട്ട് അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മൺചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് കുക്കറിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ടെടുത്തിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ച് വെക്കാം. എൻ്റെ കയ്യിലുള്ള ചേന പെട്ടെന്ന് വെന്ത് കിട്ടണതാണ്, അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ വെച്ചത്. പിന്നെ ട്രഡീഷണലായിട്ടൊക്കെ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ മൺചട്ടിയിലാലോ വെക്കാറ്, അപ്പോൾ അതുപോലെ ചെയ്തതെന്ന് മാത്രം. ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ വറ്റുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചേനയും കായൊക്കെ വെന്തോ ഒന്ന് നോക്കി വെക്കാം. ഇപ്പോൾ ചേന വെന്ത് വന്നിട്ടുണ്ട്, കായ വെന്തിട്ടില്ല. അപ്പോൾ അതൊന്നുകൂടി ആവാണ്ട്, അപ്പോൾ ഒന്നുകൂടി ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. സദ്യക്കൊക്കെ ഉണ്ടാക്കി വെച്ച കാളനൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാലാണ് സദ്യയുടെ അന്ന് നല്ല ടേസ്റ്റിൽ കിട്ടുക. ഇതങ്ങനെ പെട്ടെന്ന് കേടുവരുന്നൊരു കറിയൊന്നുമല്ല. അപ്പോൾ 2 ദിവസത്തോളമൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പച്ചക്കറി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് തിളയ്ക്കണ വരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവുള്ളൂ. ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണ് ഇരിക്കണത്. ഇതൊന്ന് വറ്റി വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനി പിരിഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് അരഞ്ഞിട്ടുള്ള വെള്ളം മാത്രമാണ് ചേർക്കണുള്ളൂ. നന്നായി അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇതിനി ഇരിക്കും തോറും കുറുകി വരും. ഇനി ഇതിലേക്കുള്ള താളിപ്പിനായിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നാടൻ കറികൾക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കാളനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ നമ്മൾ എപ്പോഴും കാളൻ തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കുക, എന്നാലാണ് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നല്ല കുറുകിയിട്ട് നല്ല പരുവത്തിൽ കിട്ടുക. അപ്പോൾ ഓണത്തിനൊക്കെ ഇതുപോലെ കാളൻ ഉണ്ടാക്കി വെച്ച ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാച്ച ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക് യു.